വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള CITUവിൻ്റെ കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഹെഡ്രോഡ് വിഭാഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് എടുത്തത്. നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു അത് നേരത്തെ തുടർന്നു വന്നതല്ല, അയാളെ പുതുതായിട്ട് ജില്ലാ സെക്രട്ടറി ആക്കിയതാണ് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ. ശ്രീ വിനോദ് കുമാർ, താങ്കൾ ഇപ്പോൾ വിഷ്ണു മിടുക്കനായ ചെറുപ്പക്കാരനായിരുന്നു, ഈ പറയുന്ന ദേശീയ ചാമ്പ്യനും സംസ്ഥാന ചാമ്പ്യനും ഒക്കെ ആയിരുന്ന, ഭാവിയുടെ കേരളത്തിലെ ദേശീയ കായിക വാഗ്ദാനമാകേണ്ടിയിരുന്ന, നാട്ടുകാർക്ക് നല്ലത് മാത്രം പറയാനുള്ള സഹായങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മിടുക്കനായ ചെറുപ്പക്കാരനായിരുന്നു. പാർട്ടിക്കാരനാണ്, പാർട്ടി വികാരമുള്ളിലുള്ള ചെറുപ്പക്കാരനാണ്. താങ്കൾ അതുപോലെയാണ്. 7-8 വയസ്സിൽ ബാലസംഘത്തിൽ തുടങ്ങി MS പ്രസാദ് രക്തസാക്ഷി അനുസ്മരണം കണ്ട് രക്തസാക്ഷിയാവാൻ കുതിച്ച യുവത്വമൊക്കെ താങ്കൾ പറഞ്ഞു കേട്ടു. ഇന്ന് അത്രയും ആഴത്തിൽ താങ്കൾക്ക് CPM ബന്ധമുണ്ട്, 50 വർഷത്തിലധികം പാർട്ടി ബന്ധമുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. രക്തസാക്ഷി കുടുംബങ്ങളോട് പാർട്ടി കാണിക്കുന്ന ഒരു അനുതാപപൂർവമായ സമീപനം എന്താണ് എന്ന് ഒരു സാമാന്യ ധാരണയുണ്ട്. എന്നിട്ടും താങ്കളുടെ കുടുംബത്തിന്റെ ഈ പറയുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആരും ഇടപെട്ടില്ല, ആരും വിളിച്ചില്ല എന്നാണോ ശ്രീ വിനോദ് കുമാർ? ഇതുവരെയും ഈ നിരന്തരം പരാതി കൊടുത്തിട്ടും ഇതുവരെയും ആരും അങ്ങനെ ഇതിനു വേണ്ടിയിട്ട്, ഞാൻ ഗോവിന്ദമാഷിനടക്കം അനിയനും ബാക്കി എല്ലാവരും പോയി കണ്ടതായി, വീട്ടിൽ നിന്നും പരാതി കൊടുത്തതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ വിളിച്ചൊന്നും സമാധാനപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. പേഴ്സണലി ഉള്ള ഒരു കാര്യങ്ങളിലും ഞങ്ങൾ പാർട്ടിയെ ബന്ധപ്പെടാറില്ല. ഞാൻ കോൺഗ്രസ് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിൽ ആദ്യത്തെ കരാട്ടെ കോച്ചായിട്ട് കയറിയതാണ്, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പെർമനൻ്റ് ആക്കേണ്ടത്, ഇപ്പോൾ പെർമനൻ്റ് ആക്കുകയാണ്. ആ പെർമനൻ്റ് ആക്കേണ്ട സമയത്ത് 10 വർഷം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴത്തേക്കും പുതിയ പ്രസിഡന്റ് ഷറഫ് അലി അധികാരത്തിൽ വരികയും അദ്ദേഹം 70 പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നാഷണൽ ഫെഡറേഷനിൽ മെഡൽ ഹോൾഡറായിട്ടുള്ള കുട്ടികളുള്ള സ്പോർട്സ് കൗൺസിലിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു. അത് ഞാൻ പറഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എല്ലാം പറഞ്ഞിട്ട് അവരാരും ഇടപെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു പ്രത്യേക മമത എനിക്ക് വേണ്ട. അങ്ങനെ ഞാനോ എൻ്റെ അനിയന്മാരോ ആരും എൻ്റെ കുടുംബമൊന്നും പാർട്ടിയോട് അങ്ങനെ ഒരു ആവശ്യവും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അത് അങ്ങനെ നിൽക്കുമ്പോൾ പേഴ്സണൽ കാര്യമാണ്, പക്ഷെ അതുപോലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ കാര്യത്തിൽ അതല്ല. ഈ കാര്യത്തിൽ രക്തസാക്ഷി ഫണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് കുടുംബം എന്ന നിലയിലും നല്ല കറകളഞ്ഞ പാർട്ടിക്കാരൻ എന്ന നിലയിലും അതിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ആ സമയത്താണ് കുഞ്ഞികൃഷ്ണ സഖാവിൻ്റെ ഈ പ്രതികരണം പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാന്നുള്ള ധാരണയിലാണ് എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി തോന്നിയത്. മലബാർ മേഖലയിൽ ധനരാജ് എങ്ങനെ വികാരമാകുന്നുണ്ടോ, തിരുവനന്തപുരം മേഖലയിൽ സഖാവ് വിഷ്ണുവും അത്തരത്തിൽ തന്നെ ഒരു പാർട്ടിക്കാരുടെ വികാരമാണ്, അവിടുത്തെ കൂട്ടുകാരുടെ മാത്രമല്ല, ആ മേഖലയുടെ ഒരു വികാരമാണ്. കാര്യം അത്രത്തോളം മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ. അപ്പോൾ അയാളുടെ ഫണ്ട് അടിച്ചുമാറ്റി എന്ന ആരോപണമുള്ള ഒരാളെ CITUവിൻ്റെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആ മേഖലയിലെ പാർട്ടിക്കാർക്ക്, നേതാക്കളുടെ കാര്യം പോട്ടെ, പാർട്ടിക്കാർക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണോ ശ്രീ വിനോദ്?